മാമലശ്ശേരി ശ്രീരാമ ക്ഷേത്രം ആദ്യത്തെ നാലമ്പലത്തിലെ ആദ്യത്തെ അമ്പലമാണ്. രണ്ടാമത് മേമുറി ഭരതക്ഷേത്രം. പിന്നെ ബാലാലെ പ്രതിഷ്ഠ ലക്ഷ്മണസ്വാമി ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഭരതക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പാൽപ്പായസം, താമരമാല, കദളിപ്പഴം, പിന്നെ മെതിയടി. പിന്നെ മെതിയടി കൂടാതെ ഔഷധപ്പുട്ട്. ഐതിഹ്യം എന്ന് പറയുമ്പോൾ രാമലക്ഷ്മണന്മാർ കാട്ടിൽ ശ്രീരാമനും ലക്ഷ്മണൻ സ്വാമിയും പോകുമ്പോൾ മാനിനെ കണ്ട് അമ്പ ചെയ്ത് അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത്. മുത്തച്ഛനൊക്കെ പറഞ്ഞ് കേട്ടേക്കുന്നത്. അതിൻ്റെ മേൽഭാഗം മേമുറി, കീഴ്ഭാഗം കിഴിമുറി. ശ്രീരാമക്ഷേത്രം ആദ്യത്തെ ഭഗവാനാണ്. രണ്ടാമത് മേമുറിയിൽ ഭരതക്ഷേത്രം. പിന്നെ ഇവിടെ ലക്ഷ്മണസ്വാമിയുണ്ട്. അതുകൂടാതെ മുളക്കുളത്ത് ലക്ഷ്മണസ്വാമി. പിന്നെ മാമലശ്ശേരി ശത്രുഘ്നൻ സ്വാമി. ഇതാണ് നാലമ്പലത്തിലെ ദർശനത്തിൻ്റെ അമ്പലം. ഇവിടെ വിശേഷൽ എന്ന് പറയുന്നത് അഷ്ടമിരോഹിണി വിശേഷ ദിവസമാണ്. പിന്നെ ഇവിടെ അമ്പലത്തിലെ ഉത്സവം കുംഭത്തിൽ ചോതി കൊടിയേറി തിരുവോണം ആറാട്ടാണ്. ആറാട്ട് ഇവിടുത്തെ കുളത്തിൽ തന്നെയാണ്. പാതുകമുണ്ട്, കാര്യസിദ്ധിക്ക് നല്ലതാണ്. താമരമാല എല്ലാ വിവാഹം അങ്ങനെ കാര്യസിദ്ധിക്ക് എല്ലാത്തിനും നല്ലതാണ് താമരമാല. എല്ലാ കാര്യങ്ങളും നടക്കാനും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ താമരമാല കൊടുത്താൽ അത് ഫലിക്കുന്നതാണ്, ഫലിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പാൽപ്പായസം ഇവിടുത്തെ പ്രധാന വഴിപാട്, പിഴിഞ്ഞു പായസം, കദളിപ്പഴം അങ്ങനെ. പിന്നെ ലക്ഷ്മണസ്വാമിക്ക് അതുപോലെ തന്നെ ഭരതസ്വാമിക്ക് കൊടുക്കുമ്പോൾ ലക്ഷ്മണസ്വാമിക്ക് ബാലപ്രതിഷ്ഠയാണെങ്കിലും ഭഗവാനും കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ആ ഭഗവാനും കൊടുക്കണം. എല്ലാം ഇതേപോലെ തന്നെ അവിടെയും കൊടുക്കണം ലക്ഷ്മണസ്വാമിക്ക്. അപ്പം അടുത്ത് തന്നെ അമ്പലം പണിത് ലക്ഷ്മണസ്വാമി ഇരുത്തണം എന്നാണ്. എറണാകുളം ജില്ലയിലെ ലക്ഷ്മണസ്വാമി ഇതാണല്ലോ. അപ്പം ബാലാലി പ്രതിഷ്ഠ ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്.